രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ ശക്തി തെളിയിക്കാനും എതിർപ്പുകൾ പ്രകടിപ്പിക്കാനുമുള്ള അവസരമായി ഹർത്താലുകൾ ഉപയോഗിക്കുന്നു. ഇവർ സാമ്പത്തിക, സാമൂഹിക ആഘാതങ്ങളിൽ നിന്ന് സുരക്ഷിതരാണ്. പലരും ഹർത്താൽ പൊതുസമ്പർക്ക വിജയമായിട്ടാണ് കാണുന്നത്. ഫോർമൽ സെക്ടറിലുള്ള തൊഴിലാളികൾക്ക് പലപ്പോഴും ഗുണമൊന്നുമില്ലെങ്കിലും വലിയ നഷ്ടവുമില്ല. പെയ്ഡ് ലീവ്, വർക്ക് ഫ്രം ഹോം തുടങ്ങിയ സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് സാമ്പത്തികമായി വലിയ സമ്മർദ്ദവും ഇവർക്കില്ല. ഡോക്ടർമാർ, അഭിഭാഷകർ, കൺസൾട്ടന്റുകൾ തുടങ്ങിയവർക്ക് ഒരു ദിവസം ജോലി നിർത്തിവെക്കാൻ കഴിയും. അല്ലെങ്കിൽ ഓൺലൈനായോ വിട്ടുവീഴ്ചയോടെയോ ജോലി ചെയ്യുവാൻ കഴിയും. ഹർത്താൽ ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് സാധാരണക്കാരെയും അനൗപചാരിക മേഖലയിലെ തൊഴിലാളികളെയുമാണ്. ദിവസവേതനം അടിസ്ഥാനമാക്കിയുള്ള തൊഴിലാളികൾ, വഴിയരികിൽ വ്യാപാരം നടത്തുന്നവർ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, ചെറുകടയുടമകൾ, മെഡിക്കൽ പരിചരണത്തിനായി പൊതുഗതാഗതം ആവശ്യമായ രോഗികൾ, ഇവരെയൊക്കെ ഹർത്താൽ കാര്യമായി ബാധിക്കുന്നു. ഹർത്താലുകൾ പലപ്പോഴും താഴെത്തട്ടിലെ ജനപ്രതിനിധികളിൽ നിന്നല്ല, മറിച്ച് രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുടെ ഭാഗമായാണ് നടത്തപ്പെടുന്നത്. സമാധാനപരമായ പ്രതിഷേധത്തിനുള്ള അവകാശം ജനാധിപത്യത്തിൽ അനിവാര്യമാണ്. എന്നാൽ അതിൻ്റെ പേരിൽ നിർബന്ധിത അടച്ചുപൂട്ടലുകൾ, ആസ്തികൾ നശിപ്പിക്കുന്നത്, മറ്റുള്ളവരെ ബലം പ്രയോഗിച്ച് പങ്കെടുപ്പിക്കുന്നത് ഇവയൊക്കെ നിയമപരമായി ശിക്ഷിക്കപ്പെടണം. പൊതുജനം തിരഞ്ഞെടുപ്പിലൂടെ ജനദ്രോഹ പ്രവൃത്തികൾക്ക് ശക്തമായ മറുപടി കൊടുക്കേണ്ടതാണ്. ഹർത്താലുകൾക്ക് പകരമായി ഡിജിറ്റൽ പ്രതിഷേധങ്ങൾ, സോഷ്യൽ മീഡിയ കാമ്പയിനുകൾ, ബോധവൽക്കരണ പരിപാടികൾ, നിയമപരമായ ഹർജികൾ ഇവ കൂടുതൽ ഫലപ്രദമായും അപകടരഹിതമായും ഉപയോഗിക്കാവുന്ന മാർഗങ്ങളാണ്.